തൃശൂരിലെ പോലീസ് കമ്മീഷണർ ഇപ്പോഴും അങ്കിത് അശോക് തന്നെ. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും അങ്കിത് അശോക് തന്നെ കമ്മീഷണറായി തുടരുമെന്നാണ് സൂചന. നിർബന്ധിത അവധിക്ക് സർക്കാർ നിർദ്ദേശിച്ചെങ്കിലും അത് ഉത്തരവായി ഇറങ്ങിയിട്ടില്ല. അങ്കിത് അവധി അപേക്ഷ നൽകിയോ എന്നും വ്യക്തമല്ല. തൃശൂർ പൂരത്തിനുണ്ടായ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കമ്മീഷണറെ സ്ഥലം മാറ്റുമെന്ന് പ്രഖ്യാപനമുണ്ടായെങ്കിലും അത് നടപ്പായില്ലെന്നതാണ് വസ്തുത. പൂരപ്രേമികൾ ഇതിൽ നിരാശരുമാണ്. ചൊവ്വാഴ്ചയും കമ്മീഷണർ ഓഫീസിലെത്തി. ഉച്ചയ്ക്ക് മുൻപായി ഓഫീസിലെത്തുകയും ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചില ഫയലുകൾ തീർപ്പാക്കിയ ശേഷം മടങ്ങുകയും ചെയ്തു. 21-നാണ് കമ്മീഷണറെയും ACPയെയും മാറ്റാൻ സർക്കാർ തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെ മാത്രമേ സ്ഥലം മാറ്റം നടക്കൂ എന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു. ഈ തീരുമാനം വൈകുന്നതാണ് സ്ഥലമാറ്റം നടപ്പാക്കാത്തതിന് കാരണമെന്നാണ് സർക്കാർ വിശദീകരണം. വോട്ടെടുപ്പിന് ഇനി 2 ദിവസമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ കമ്മീഷണറെ മാറ്റുന്നതിനെ കമ്മീഷൻ അനുകൂലിക്കുന്നില്ലെന്നതാണ് വസ്തുത. തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഉയർന്ന തസ്തികകളിലെ മാറ്റം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുക പതിവല്ലത്രേ. അതുകൊണ്ട് തന്നെ അങ്കിതിനെ മാറ്റാനുള്ള സർക്കാർ നീക്കം വോട്ടെടുപ്പിന് മുൻപ് നടക്കില്ല. ബുധനാഴ്ച തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ട് നടക്കുകയാണ്. 26-ന് തെരഞ്ഞെടുപ്പും. ഈ സാഹചര്യത്തിൽ സ്ഥലമാറ്റം തെരഞ്ഞെടുപ്പിന് ശേഷം മതിയെന്ന് തീരുമാനിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ഉത്തരവിറക്കാൻ കമ്മീഷന് മേൽ സംസ്ഥാന സർക്കാരിന്റെ സമ്മർദ്ദവുമുണ്ട്. പകരം നിയമിക്കേണ്ട 3 പേരുടെ പേരും നൽകി. അമിത നിയന്ത്രണങ്ങളിലൂടെ തൃശൂർ പൂരത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചുവെന്ന ആരോപണത്തെ തുടർന്നാണ് കൊച്ചി കമ്മീഷണറുടെ സ്ഥലമാറ്റത്തിന് സർക്കാർ തീരുമാനിച്ചത്. നിർദ്ദേശം കമ്മീഷണർ നൽകുകയും ചെയ്തു. പോലീസിന്റെ അമിത നിയന്ത്രണത്തിൽ പ്രതിഷേധിച്ച് തിരുവമ്പാടി വിഭാഗം രാത്രി പഞ്ചവാദ്യം നിർത്തുകയും എഴുന്നള്ളിപ്പ് ഒരാനപ്പുറത്താക്കുകയും ചെയ്തിരുന്നു. തൃശൂരിൽ പ്രചരണത്തിലെ മുഖ്യ ചർച്ചാ വിഷയമാണ് ഇത്. ഇടത് സ്ഥാനാർത്ഥിക്ക് വമ്പൻ തിരിച്ചടിയായി ഇത് മാറിയെന്നും വിലയിരുത്തലെത്തി. ഇത് മറികടക്കാൻ കൂടിയാണ് അങ്കിതിനെ മാറ്റാനുള്ള തീരുമാനം സർക്കാർ എടുത്തത്. കമ്മീഷൻ നിലപാട് വൈകുന്നത് അതുകൊണ്ട് തന്നെ ഇടതുമുന്നണിക്ക് തിരിച്ചടിയാണ്. തൃശൂർ പൂരത്തിൽ ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശമോ സമ്മതമോ മൗനസമ്മതമോ ഇല്ലാതെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താനാകില്ല എന്ന സംശയത്തിന് ആക്കം കൂട്ടുന്നതാണ് ഇത്തരം പ്രവർത്തികളെന്നതിലും യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പോലീസ് ഇന്റലിജൻസ് റിപ്പോർട്ടും ഇക്കാര്യങ്ങൾ സമ്മതിക്കുന്നതാണ്. കമ്മീഷണർ പ്രശ്നം സൃഷ്ടിച്ചെന്ന് കാണിച്ച് ആഭ്യന്തര വകുപ്പിന് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷണറെ മാറ്റാനുള്ള തീരുമാനമുണ്ടായത്. തൃശൂരുമായും പൂരവുമായും ബന്ധമുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം പൂരം ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത് അന്വേഷിക്കണമെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലുണ്ട്.